മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികൾ ആരാണെന്ന കാര്യം വ്യക്തമായതോടെ ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചരണം അതിന്റെ പാരമ്യത്തിലെത്തി നിൽക്കുന്നു. ആദ്യം തന്നെ AAPയുടെ ഹൃദയം തകർക്കാനാണ് കോൺഗ്രസ് പദ്ധതിയിട്ടിരിക്കുന്നത്. അതായത് 2013 ഏത് രീതിയിലാണോ ആം ആദ്മി പാർട്ടി കോൺഗ്രസിന്റെ അന്നത്തെ മുഖ്യമന്ത്രി ഷീലാ ദീക്ഷിത്തിനെ പരാജയപ്പെടുത്തിയത്, ഒരു വ്യാഴവട്ടത്തിന് ശേഷം അതേ നാണയത്തിൽ അതിന് പകരം വീട്ടുകയാണ് കോൺഗ്രസ്. ഷീലാ ദീക്ഷിത്തിന്റെ ഭരണം 15 വർഷം പൂർത്തിയാകുന്ന ആ 2013 സമയത്ത് ഇല്ലാ കഥകൾ പറഞ്ഞ് അതെല്ലാം ഷീലാ ദീക്ഷിത്തിന്റെ തലയിൽ കെട്ടിവെച്ച് ദില്ലിയെ രക്ഷിക്കാൻ ഞങ്ങളുണ്ട് എന്നും പറഞ്ഞ് ചൂലുമായി വന്നവരാണ് ആം ആദ്മിക്കാർ. അതിന്റെ നേതാവാണ് അരവിന്ദ് കെജ്രിവാൾ എന്ന മദ്യനയ രാജാവ്. എന്നാൽ ഇന്ന് ഷീലാ ദീക്ഷിത് ഇല്ല. അതേ ന്യൂഡൽഹി മണ്ഡലത്തിൽ അരവിന്ദ് കെജ്രിവാൾ മത്സരിക്കുന്നു. അരവിന്ദ് കെജ്രിവാളിനെതിരെ മത്സരിക്കുന്നത് ആ ഷീലാ ദീക്ഷിത്തിന്റെ മകൻ സന്ദീപ് ദീക്ഷിത്താണ്. അദ്ദേഹത്തിന് വേണ്ടി ആദ്യം തന്നെ രാഹുൽ ഗാന്ധി എത്തുകയാണ്. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധി MP-യും അടുത്ത ആഴ്ച മുതൽ മുഴുവൻ സമയവും ദില്ലിയിൽ കോൺഗ്രസിനായി പ്രചരണത്തിൽ സജീവമാവുകയാണ്. രാഹുൽ ഗാന്ധി AAPയുടെ മുൻ മുഖ്യമന്ത്രിക്കെതിരെ പടനയിക്കുമ്പോൾ ഇന്നത്തെ ഡൽഹി മുഖ്യമന്ത്രി അതീഷിക്കെതിരെ മത്സരിക്കുന്ന അൽക്കാലാംബയ്ക്ക് വേണ്ടി പ്രിയങ്ക ഗാന്ധി റോഡ് ഷോ നടത്തുകയാണ്. ആദ്യം തന്നെ ദേശീയ നേതാക്കളെ രംഗത്തിറക്കി കളം പിടിക്കാനാണ് ദേശീയ പാർട്ടികളായ BJPയും കോൺഗ്രസും ലക്ഷ്യമിടുന്നത്. BJPക്ക് വേണ്ടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ, അതുപോലെ BJP മുഖ്യമന്ത്രിമാർ തുടങ്ങിയവർ പ്രചരണത്തിന് എത്തുകയാണ്. 2020 നമുക്കറിയാം 21,000-ൽ പരം വോട്ടുകൾക്കാണ് അരവിന്ദ് കെജ്രിവാൾ ന്യൂഡൽഹി മണ്ഡലത്തിൽ വിജയിച്ചത്. എന്നാൽ 2020 കഴിഞ്ഞതോടെയാണ് കെജ്രിവാൾ എന്ന മനുഷ്യന്റെ അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരന്റെ യഥാർത്ഥ മുഖം ഈ ലോകം കാണുന്നത്. വീണ്ടും അധികാരത്തിൽ വന്നു. ഒരു മാസത്തിനുള്ളിൽ ദില്ലി കലാപത്തിന് എല്ലാ പിന്തുണയും നൽകുകയായിരുന്നു. 50-ലേറെ വരുന്ന മുസ്ലിം സഹോദരന്മാർ കൊല ചെയ്യപ്പെട്ടു ദില്ലിയുടെ മണ്ണിൽ. ദില്ലി കത്തിച്ചാമ്പലായി കുറച്ചു മാസങ്ങൾ. BJPക്ക് ഇങ്ങനെ പിന്തുണ നൽകിയത് എന്തുകൊണ്ടാണ് ആം ആദ്മി എന്ന് ചർച്ച നടക്കുമ്പോൾ തന്നെ അവർ തമ്മിൽ അവിടെ തെറ്റിപ്പിരിയുകയായിരുന്നു. കെജ്രിവാളിന്റെ തട്ടിപ്പ് മുഴുവനും പുറത്തായി. കെജ്രിവാളിനെ ഇല്ലായ്മ ചെയ്താൽ, അല്ലെങ്കിൽ കെജ്രിവാളിന്റെ തട്ടിപ്പോടുകൂടി അവരെ ഇല്ലാതാക്കിയാൽ BJPക്ക് അവിടെ വാഴാം എന്നുള്ളൊരു ചിന്തയാണ് BJPയെയും ആം ആദ്മിയെയും തമ്മിൽ തെറ്റിക്കാനുള്ള കാരണം. രാജ്യം കണ്ട ഏറ്റവും വലിയ തട്ടിപ്പു കേസായ ദില്ലി മദ്യനയ കുംഭകോണ കേസിൽ കെജ്രിവാൾ എന്ന മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന്റെ ഉപമുഖ്യമന്ത്രിയായ മനീഷ് സിസോദിയയും അടക്കം കെജ്രിവാൾ തട്ടിപ്പ് സംഘത്തിന്റെ എല്ലാവരും അറസ്റ്റിലായി. മാസങ്ങളോളം വർഷങ്ങളോളം അകത്ത് കിടന്നു എല്ലാവരും. ആ പുണ്യാളനാണ് ഇപ്പോൾ വന്ന് വീണ്ടും കള്ളന്യായങ്ങൾ പറഞ്ഞ് വോട്ട് പിടിക്കാൻ ദില്ലിയിലൂടെ നടക്കുന്നത്. അതിന് മറുപടി നൽകാനും അടിത്തറ തകർക്കാനുമാണ് ന്യൂഡൽഹി മണ്ഡലം തന്നെ കോൺഗ്രസ് തെരഞ്ഞെടുത്തിരിക്കുന്നത്. മാത്രമല്ല, എല്ലാം ഒരു പകവീട്ടൽ പോലെ കള്ളപ്രചരണത്തിലൂടെ 12 വർഷങ്ങൾക്ക് മുമ്പ് പുറത്താക്കിയ ഒരമ്മയുടെ മകൻ തന്നെ സ്ഥാനാർത്ഥിയായി നിൽക്കുന്നു. അതാണ് ആ മണ്ഡലത്തിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ രാഹുൽ ഗാന്ധി തീരുമാനിച്ചത്. ആം ആദ്മിക്ക് ഇന്ന് വരെ ദില്ലിയിൽ ഉണ്ടായ 2 മുഖ്യമന്ത്രിമാരെയും തോൽപ്പിക്കുന്നതിനാണ് കോൺഗ്രസ് നൽകുന്ന പ്രധാന പരിഗണന. അങ്ങനെ തോൽപ്പിച്ചാൽ അതോടെ തീരും ആം ആദ്മി എന്ന പാർട്ടി. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തെ മലീമസമാക്കുന്ന ഒരു രാഷ്ട്രീയ നപുംസകങ്ങൾക്കുള്ള താക്കീതാകും ദില്ലി നിയമസഭാ തിരഞ്ഞെടുപ്പ് എന്നാണ് ഇപ്പോൾ ദില്ലിക്കാർ വിശ്വസിച്ചു തുടങ്ങിയതും അത് തന്നെയാണ് സംഭവിക്കാൻ പോകുന്നതും.